ഞങ്ങൾക്കും ജീവിക്കേണ്ടേ, ഞങ്ങളും മനുഷ്യരല്ലേ? 2024 സെപ്റ്റംബർ മാസം 11 തലസ്ഥാന നഗരി കേട്ടത് വളരെ അതിവൈകാരികമായിട്ടുള്ള വികാര നിർഭരമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങൾക്കാണ്. അതിന് പിന്നിലെ കാരണം മറ്റൊന്നുമല്ല. കഴിഞ്ഞ 75 വർഷത്തിലധികമായി കേരളത്തിലെ 40 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന സർക്കാർ ഇവിടെ ബൗദ്ധികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ആ വിദ്യാഭ്യാസ മേഖലയോട് പുലർത്തുന്ന കടുത്ത അനീതിയിൽ, കടുത്ത അവഗണനയിൽ മനം മടുത്തിട്ടാണ്, ഗത്യന്തരമില്ലാതെയാണ് ആ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരും അവരുടെ മാതാപിതാക്കൾക്കും കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു മേഖലയോട്, പ്രത്യേകിച്ച് വളരെ നിസ്വാർത്ഥമായി വളരെ ത്യാഗങ്ങൾ സഹിച്ച് ആ ഒരു മേഖലയിൽ ആ കുട്ടികളെ, പ്രത്യേകിച്ച് ബൗദ്ധികമായി വെല്ലുവിളി നേരിടുന്ന ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അവരുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി അത്യധ്വാനം ചെയ്യുന്ന അവരുടെ മാതാപിതാക്കളോടും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരോടും എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഒരു ഇരട്ട നീതി അല്ലെങ്കിൽ ഈ കടുത്ത അവഗണന തുടരുന്നത്? ഒപ്പം ആ മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറപ്പെടുവിക്കുന്ന പല വിചിത്രമായ സർക്കാർ ഉത്തരവുകൾക്ക് ഒരു പിന്നിലെ ഒരു ഗൂഢ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആ മേഖല നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ആ മേഖലയോട് സർക്കാർ കാണിക്കുന്ന അവഗണനകൾ, ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അസോസിയേഷൻ ഓഫ് ഇന്റലക്ച്വലി ഡിസേബിൾഡ് എയ്ഡ് എന്ന സംഘടനയുടെ ചെയർമാൻ ഫാദർ റോയ് മാത്യു വടക്കേൽ, ഒപ്പം തന്നെ സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരള സ്റ്റേറ്റ് ഡയറക്ടർ ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, ഒപ്പം തന്നെ SSUവിന്റെ പ്രസിഡന്റ് തങ്കമണി ടീച്ചർ, ഒപ്പം തന്നെ പെയ്ഡ് സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ KM ജോർജ്. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ റോയ് മാത്യു വടക്കേൽ, കഴിഞ്ഞ ദിവസം വളരെ വികാര നിർഭരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ബൗദ്ധികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളും അവരുടെ അധ്യാപകരും ആ പൊരുവെയിലത്ത് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരത്തിന് ഇറങ്ങേണ്ടി വരുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം. യഥാർത്ഥത്തിൽ മറ്റേത് മേഖലയേക്കാൾ വളരെ ത്യാഗങ്ങൾ സഹിച്ച് വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനമാണ് ആ മേഖലയിൽ അധ്യാപകരും ഒപ്പം തന്നെ രക്ഷകർത്താക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊടിയ ഒരു അവഗണന, ഒരു നീതി നിഷേധം സർക്കാർ ആ മേഖലയോട് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു സമര മാർഗത്തിലേക്ക്, നമുക്കറിയാം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഒരു സമരം എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷനാണ് സംഘടനകളായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണ് ഈ തലസ്ഥാന നഗരിയിൽ ഭരണസിര കേന്ദ്രത്തിന് മുന്നിൽ ഈ ത്യാഗങ്ങൾ സഹിച്ച് കഴിഞ്ഞ ദിവസം അധ്യാപകരും മാതാപിതാക്കളും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സമരത്തിന് ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം എന്തായിരുന്നു ഫാദർ റോയ് വടക്കേൽ? ഗതികേട് കൊണ്ട് തെരുവിൽ ഇറങ്ങേണ്ടി വന്നു എന്നാണ് ഒരു വാക്കിൽ ഇതേക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുക. 58 വർഷമായി കേരളത്തില് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി NGO സെക്ടറിൽ സ്പെഷ്യൽ സ്കൂളുകൾ ആരംഭിച്ചിട്ട് 98 സ്പെഷ്യൽ സ്കൂളുകളാണ് സന്നദ്ധ സംഘടനയുടെ ഉത്തരവാദിത്വത്തില് കേരളത്തില് പ്രവർത്തിക്കുന്നത്. 6 പതിറ്റാണ്ടോളമായി ഈ മേഖലയിൽ ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് പഠനം, പരിശീലനം, പുനരധിവാസം എന്നിവ ഏറെ ഭംഗിയായി നിർവഹിക്കുന്ന ഈ മേഖലയിലുള്ള ജീവനക്കാരോട്, ഈ കുട്ടികളുടെ മാതാപിതാക്കളോട്, മാനേജ്മെന്റിനോട് നീതിരഹിതമായി പെരുമാറുന്നു എന്ന് പറയുമ്പോൾ കേരളത്തില് 44 ലക്ഷം കുട്ടികൾ സൗജന്യ വിദ്യാഭ്യാസം നേടുന്നുണ്ട്. കാഴ്ച, കേൾവി, സംസാര വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂളുകൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാണുള്ളത്. റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് എഡ്യൂക്കേഷൻ RT ആക്ട് പ്രകാരം സൗജന്യ വിദ്യാഭ്യാസം, കമ്പൽസറി വിദ്യാഭ്യാസവും ഉള്ള ഈ നാട്ടിൽ ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം സൗജന്യ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള ഏറെ ഖേദകരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയും നാളുകളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഓരോ സർക്കാർ വരുമ്പോഴും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം 100-ലധികം കുട്ടികളുള്ള സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആക്കുവാൻ തീരുമാനിക്കുകയും 33 സ്കൂളുകൾ സെലക്ട് ചെയ്ത് ഓർഡർ ഇറക്കുകയും ചെയ്തു.
തുടർന്ന് വന്ന ചില സാഹചര്യങ്ങളാൽ ഈ എയ്ഡഡ് പദവി നൽകുവാൻ സാധിച്ചില്ല. സർക്കാർ തുടർന്ന് വന്നില്ല. പിന്നീട് വന്ന സർക്കാർ പല വിധത്തില് ഞങ്ങൾ സമീപിക്കുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ പോളിസി പ്രകാരം ഞങ്ങൾ എയ്ഡഡ് നൽകുവാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യമായ പണം ജീവനക്കാർക്ക് നൽകുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് മറ്റേതൊരു മേഖലയിൽ ഉള്ളതുപോലെയുള്ള വേതനം ജീവനക്കാർക്ക് നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാക്കേജ് ഇതിനു വേണ്ടി പുറപ്പെടുവിച്ചു. അതിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷിച്ചു. കാരണം സർക്കാർ പറഞ്ഞ ഒരു കാര്യം എന്ന നിലയിൽ ഏവർക്കും ഗുണകരമായ ഒരു പ്രതിഫലം ലഭിക്കും എന്ന് പ്രത്യാശിച്ചു. എന്നാൽ ഈ പാക്കേജിൽ വലിയ അപാകതകൾ ഉണ്ടായി. വലിയ ന്യൂനതകളോടുകൂടി ഇറങ്ങിയ പാക്കേജ് വന്ന സാഹചര്യത്തിൽ പല ജീവനക്കാർക്കും ഇതിന്റെ ഗുണം ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ വീണ്ടും സർക്കാരിനെ ഞങ്ങൾ സമീപിച്ചു. ഇങ്ങനെ സമീപിച്ച് സർക്കാരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത് പരിഹരിക്കാനായി ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കാം. ഞങ്ങളെ കൂടി പല പ്രാവശ്യം വിളിച്ച് സംസാരിച്ച് തുടർന്ന് ഈ ഗൈഡ് ലൈൻ ഇറക്കുന്നതിന് മുമ്പ് ഞങ്ങളെ കാണിച്ച് ഞങ്ങളുടെ കൺസെന്റ് എന്ന് പറയാൻ പറ്റില്ലായിരിക്കാം, ഞങ്ങളുടെ സജഷൻ കൂടി സ്വീകരിച്ച് മാത്രമേ ഗൈഡ് ലൈൻ പുറത്തിറക്കൂ എന്ന് പറഞ്ഞുവെങ്കിലും ഞങ്ങൾ ആരും അറിയാതെ ഇത് ജിയോ ആയി പുറത്തു വരികയും പാക്കേജ് ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ വളരെ രൂക്ഷമായ അനവധി കാര്യങ്ങൾ ഈ മേഖലയ്ക്ക് ദൂഷ്യകരമാകുന്നത് ഈ ഗൈഡ് ലൈനിൽ ഉണ്ടായി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഗവൺമെന്റിനെ സമീപിച്ചു, ഉദ്യോഗസ്ഥരെ സമീപിച്ചു, കൺസേൺ ആയ മിനിസ്റ്ററെയും മിനിസ്റ്റേഴ്സിനെയും കണ്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് പരിഹരിക്കാം, ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകാം. 23 അപാകതകൾ ആ ഗൈഡ് ലൈനിൽ ഉണ്ടായിരുന്നു. ഇത് അനവധി പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി തന്നെ 2 പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു, കൺസേൺ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഈ വർഷം ഇതിനു വേണ്ട എല്ലാവിധ സൗകര്യത്തോടു കൂടിയുള്ള ഗൈഡ് ലൈൻ ഇറക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ ഗൈഡ് ലൈൻ ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ 48 സ്കൂളുകൾ പാക്കേജിന് പുറത്തായി. കൂടാതെ 54 പ്രിൻസിപ്പൽമാർക്ക് വേതനം ലഭിച്ചില്ല. കാരണം അവരന്ന് ക്രമീകരിച്ച പോർട്ടലിൽ M.Edഉം B.Edഉം സർക്കാർ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും അതീതമായി കൂടിയുള്ള ക്വാളിഫിക്കേഷനുമുള്ള HMമാർ 54 പേർ ഔട്ടായി. ഇങ്ങനെ തുടങ്ങി അനവധി ഗൗരവമായ ന്യൂനതകൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് അനവധി പ്രാവശ്യം പറഞ്ഞതല്ലാതെ അതിന് പരിഹാരമുണ്ടായില്ല. തുടർന്ന് വീണ്ടും ഏതാനും ദിവസങ്ങൾക്ക് കൺസേൺഡായ ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ വീട്ടിൽ ചെന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പരിഹരിച്ചു കൊള്ളാം. പക്ഷേ നിലവിൽ ഒരു പരിഹാരം ഉണ്ടായില്ല. മാത്രമല്ല കഴിഞ്ഞ വർഷം ഞങ്ങളോട് പറഞ്ഞത് ഈ വർഷം ഇതിന്റെ ഗ്രാൻഡ് ഒക്ടോബർ മാസത്തിൽ ആദ്യത്തെ ഗഡു നൽകുമെന്നും തുടർന്ന് 2ാമത്തെ ഗഡു നൽകുമെന്നും പറഞ്ഞു. ഇത് സെപ്റ്റംബർ മാസമായി ഇതുവരെയും അപേക്ഷ പോലും ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഇത്രമാത്രം ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഗതികേടിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു നീതി നിഷേധത്തിനെതിരെ ഉള്ള ഒരു ദയനീയതയുടെ ഭാഗമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇനി ഇത് നീതി നിഷേധം എന്ന് പറയുന്നതിന്റെ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ഗവൺമെന്റ് പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനുമുള്ള ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുക. D.Ed ഉള്ളവരാകാം, B.Ed ഉള്ളവരാകാം, M.Ed ഉള്ളവരാകാം. അതോടൊപ്പം റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCയുടെ രജിസ്ട്രേഷൻ ഉണ്ടാകണം. ഈ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനോടും കൂടി ഇവരിവിടെ സേവനം ചെയ്യുന്നു. മാത്രമല്ല ഞാനിവിടെ ആദ്യം പറഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് പഠനം, പരിശീലനം, പുനരധിവാസം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ പഠനം എന്നാണ് പറയുക. ഈ കുട്ടികളെ സംബന്ധിച്ച് ഇത് പഠനമാണ്, ഇത് പരിശീലനമാണ്, ഇത് പുനരധിവാസമാണ്. ഈ കുട്ടികൾ ഇവിടെ പരിശീലനത്തിന് വേണ്ടി വരുമ്പോൾ, പഠനത്തിന് വേണ്ടി വരുമ്പോൾ ഒരമ്മ ഒരു കുഞ്ഞിനെ വീട്ടിൽ പഠിപ്പിക്കുന്നു,
എങ്ങനെയാണ് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, അത് ഈ ടീച്ചർമാർ പഠിപ്പിക്കുന്നു. കുഞ്ഞെങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കേണ്ടത് എന്ന് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നു. ഈ കുട്ടി എങ്ങനെയാണ് മുടി ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. ഈ കുട്ടി എങ്ങനെയാണ് ഭക്ഷണം വരി കഴിക്കേണ്ടത് എന്ന് കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ശുചിത്വത്തോടു കൂടി ജീവിക്കേണ്ടത് എന്ന് ഈ ടീച്ചർമാർ ഈ കുട്ടിയെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, ഒരു നേഴ്സിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, ഒരു ഡോക്ടറിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ഒരു കുട്ടിക്ക് ലഭ്യമാകേണ്ടതുണ്ടോ ഈ വിധത്തിലുള്ള ഒരു മൾട്ടി ടാസ്ക് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ വിവിധങ്ങളായ ഒരു സേവനമാണ്, അല്ലെങ്കിൽ ഒരു പഠനമാണ്, ഒരു പരിശീലനമാണ്, ഒരു പുനരധിവാസമാണ്, വേണ്ട അവസരമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇതേ സമാനമായ ക്വാളിഫിക്കേഷനുള്ള ടീച്ചർമാർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിൽ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, ജനറൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, ബഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവർക്കൊക്കെയും വേതനം ലഭ്യമാണ്. എന്നാൽ ഈ മേഖലയിലുള്ള ഈ അധ്യാപകർക്ക് അല്ലെങ്കിൽ ഈ ജീവനക്കാർക്ക് മാത്രം നീതി നിഷേധിക്കുന്നതിന്റെ നീതിരാഹിത്യം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടുകൂടിയാണ് ഈ തെരുവിലിറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് വരിക. ഇവർക്കും മറ്റ് ഏതൊരു ജീവനക്കാരെ പോലെ ജീവിക്കേണ്ടതല്ലേ? ഇവർക്ക് കുടുംബത്തില് ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഒരു മിനിമം നീതിയെങ്കിലും കാണിക്കാത്തത് എന്തേ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. കൂടാതെ ഇതിനോട് ചേർന്ന് പാക്കേജിന്റെ കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അനവധി ഇതര കാര്യങ്ങളിൽ ഈ മേഖല പിന്തള്ളപ്പെട്ടാണ് നിൽക്കുക. അത് മറ്റ് ആശ്വാസകിരണമാകാം, അതല്ലെങ്കിൽ കുടുംബക്ഷേമ പെൻഷനാകാം, അതല്ലെങ്കിൽ നിരാമയ ഇൻഷുറൻസ് ആകാം. നമുക്കറിയാം, ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാലാകാലങ്ങളിൽ തുക വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ തുക വർദ്ധിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളതുകൂടി വെട്ടിച്ചുരുക്കുന്നു. നിരമായ ഇൻഷുറൻസിന്റെ സ്റ്റേറ്റിന്റെ വിഹിതം പൂർണ്ണമായും കട്ട് ചെയ്തു. കുടുംബ പെൻഷൻ സീലിംഗ് ഇല്ലാതെ, അല്ലെങ്കിൽ വരുമാന പരിധി ഇല്ലാതെ നൽകിയിരുന്നത് അത് 5000 രൂപ പെർ മന്ത് ഉള്ളവർക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ആശ്വാസകിരണം വീട്ടിൽ കിടപ്പായ ഭിന്നശേഷിയുള്ള കുഞ്ഞിനെ നോക്കുന്ന അമ്മയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു കുടുംബ അംഗത്തിന് നൽകുന്ന തുകയാണ്. അത് 95,000 പേർക്ക് നൽകേണ്ടത് 20,000 പേർക്ക് മാത്രമാണ് കൊടുത്തത്. അതും കൊടുക്കുന്നതിന്റെ പകുതിയിൽ കുറഞ്ഞ തുക കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങി ലഭ്യമാകേണ്ട അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുകയും ഇതിനെ പ്രതികരിക്കാൻ പറ്റാത്ത ഇവരോടെ രോദനങ്ങൾക്ക് ഒരു ചെവിയും കൊടുക്കാത്ത ഒരു സാഹചര്യം വരികയും ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് മറ്റേതൊരു പൗരനെയും പോലെ ജീവിക്കുവാനുള്ള അവകാശം ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ ആ ഒരു വലിയ കാര്യം സമൂഹം മനസ്സിലാക്കണം, സർക്കാർ മനസ്സിലാക്കണം, നീതി നിഷേധിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കണം. നമുക്കറിയാം, 21 ഭിന്നശേഷികളാണ് 2016 RPWD ആക്ട് പ്രകാരം പറയുക. ഈ 21 ഭിന്നശേഷികളിൽ പ്രത്യേകിച്ച് 99 വന്ന നാഷണൽ ട്രസ്റ്റ് ആക്ടിൽ പറയുന്ന ബുദ്ധിപരമായ പരിമിതി, ഓട്ടിസം, സെർവൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഈ 4 വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയും കൂടി ചേർത്ത് IDD, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ബൗദ്ധിക വെല്ലുവിളി എന്ന് പറയും. അപ്പോൾ ഈ 4 വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ഉള്ള പരിശീലനമാണ് ഈ സ്ഥാപനങ്ങൾ നൽകുക. അപ്പോൾ അവർക്ക് അത് ലഭ്യമാകുന്നതിന് നിയമങ്ങൾ പലതും പറയുന്നുണ്ട്. PWD ആക്ട് 97 വന്നു, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. അത് പരിഷ്കരിച്ചുകൊണ്ട് ഒരു 6 കൂടി ചേർത്ത്, അതായത് എന്താണ്, റൈറ്റും കൂടി ചേർത്തുകൊണ്ട് RPWD ആക്ട് 2016 വന്നു. ഈ നിയമത്തിൽ എല്ലാവിധ അവകാശങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് ഓരോ നാളുകൾ ചെല്ലുമ്പോഴും എന്നുള്ള ഏറെ ദയനീയമായ ഒരു സാഹചര്യം കേരളത്തിൽ മറ്റേതൊരു മേഖലയോടും കാണിക്കാത്ത നിഷേധാത്മകമായ ഒരു സമീപനം. ആ രീതിയിലുള്ള ഒരു ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്.
തുടർന്നുള്ള ചർച്ചയിലെ മറ്റു കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചുകൊള്ളാം. അങ്ങനെ ഒരു 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 നിലയിൽ ഞങ്ങള് ഈ സമരത്തിലേക്ക് വരുവാൻ ഇടവന്നിരിക്കുന്നു. ഓക്കെ, വ്യക്തമാണ്. ഫാദർ റോയ് കണ്ണഞ്ചിറ സേമി, റോയ് വടക്കേലച്ചൻ വളരെ വൈകാരികമായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഗത്യന്തരം ഇല്ലാതെയാണ് ഈ ഒരു സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. ഞാൻ അച്ഛൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. എത്ര തവണ അച്ഛൻ ഈ പറയുന്ന മന്ത്രിമാരെ കണ്ടു, അല്ലെങ്കിൽ ഭരണകർത്താക്കളെ കണ്ടു എന്ന് നമുക്ക് എണ്ണിക്കഴിഞ്ഞാൽ നിരവധി തവണ കാണേണ്ട ഒരു സ്ഥിതിവിശേഷം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൈവികമായിട്ടുള്ള ശുശ്രൂഷ ആ മാലാക കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന ഒരു മേഖല നേരിടുന്ന ഒരു അവഗണന, അത് മാറിക്കിട്ടുവാൻ അതിൽ സത്വരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പലതവണ മന്ത്രിമാരെയും ഭരണ നേതൃത്വത്തിലുള്ളവരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കാണേണ്ട ഒരു ഗതികേടിലേക്ക് പോകേണ്ടി വരുന്നത്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഇപ്പൊ അച്ഛൻ സൂചിപ്പിച്ചു, മറ്റേതെങ്കിലും മേഖലയിലാണ് ഇതിന്റെ ഈ പ്രശ്നത്തിന്റെ ഒരു 100-ൽ1 അംശം സംഭവിക്കുന്നതെങ്കിൽ സർക്കാരിന്റെ ഒരു റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും. നമുക്കറിയാം, ഇപ്പൊ ഈ മദ്യമേഖല, ഈ ബാറുമായിട്ട് ബന്ധപ്പെട്ട മേഖല, അവിടെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം അല്ലെങ്കിൽ സർക്കാരിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ എന്തെങ്കിലും ഒരു വാക്കോ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ അവര് സ്വീകരിക്കുന്ന നടപടി, സർക്കാർ അവരെ അനുനയിപ്പിക്കാൻ സ്വീകരിക്കുന്ന നടപടിയൊക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ വളരെയധികം ചർച്ചയാക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ, അതിലൊക്കെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം, ഒരു ചില സെഷൻസിനോട്, ചില മേഖലകളോട് ഒരു സമീപനം ഇത്തരത്തിൽ വളരെ ദൈവികമായിട്ടുള്ള ഒരു പുണ്യ ശുശ്രൂഷ ചെയ്യുന്ന ഈ ഒരു മേഖലയോട് ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരു നയം എന്തുകൊണ്ട് സർക്കാർ സ്വീകരിക്കുന്നു? ഒപ്പം തന്നെ ഇന്നലെ അങ്ങ് വളരെ വൈകാരികമായി ആ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആ ഒരു പ്രസംഗം എന്തുകൊണ്ടാണ് അങ്ങ് നടത്തിയത്? വളരെ ഒരു വികാര തീക്ഷ്ണതയിലാണ് അങ്ങ് ഓരോ വാക്കുകളും അവതരിപ്പിച്ചത്. വളരെയധികം വൈറലായി മാറുകയും ചെയ്തിരുന്നു. എന്തായിരുന്നു അങ്ങേ അതിന് പ്രേരിപ്പിച്ച ഒരു ചേതോവികാരം? 2 ചോദ്യം. ഫാദർ റോയ് കണ്ണഞ്ചിറ. ജോർജി, ഈ ഒരു ചർച്ചയുടെ കണ്ടന്റ് കേരളത്തിലെ ഭിന്നശേഷിയുള്ള മക്കൾ അനുഭവിക്കുന്ന അവകാശ നിഷേധം അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പൊതുസമൂഹത്തിന്റെ ചിന്ത ഉണർത്തുക എന്നുള്ളതാണ്. ഞങ്ങളുടെ എയ്ഡ് സംഘടനയുടെ നേതാവായ റോയ് വടക്കേലച്ചൻ അത് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. ജോർജ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ സർക്കാർ സംവിധാനങ്ങൾ ഈ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ അവകാശങ്ങൾ, ഭിന്നശേഷിയുള്ള മക്കളുടെ അവകാശങ്ങൾ, അവരുടെ മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട സാഹചര്യങ്ങൾ, ഇതെന്തുകൊണ്ടാണ് സർക്കാർ നിഷേധിച്ചു കളയുന്നത്? വളരെ അലസമായും വളരെ അശ്രദ്ധമായും ഈ ഒരു വിഷയത്തെ സമീപിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതിന്റെ പേരിലാണ് ഇത്രയും കാലം ഈ സർക്കാർ സംവിധാനങ്ങളുടെ പിറകെ തെണ്ടി അലഞ്ഞ് നടക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും. എന്നിട്ടും ഇവർ എന്തുകൊണ്ടാണ് ഇത് തരാതിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ അനുഭവം വളരെയേറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ തങ്കമണി ടീച്ചർ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ജില്ലാ കോർഡിനേറ്ററും SSCUവിന്റെ സംസ്ഥാന പ്രസിഡന്റുമാണ്. ടീച്ചർ എത്ര തവണ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ജോർജ്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി, എന്തുകൊണ്ടാണ് മറ്റ് വകുപ്പ് മന്ത്രിമാർ, എന്തുകൊണ്ടാണ് അണ്ടർ സെക്രട്ടറിമാർ ഈ ഒരു വിഷയം വരുമ്പോൾ വളരെ തന്മയത്വത്തോടു കൂടി ഈ ഒരു വിഷയത്തെ അശ്രദ്ധമായും അലസമായും അരികിലേക്ക് തള്ളി മാറ്റിയിടുന്നത് എന്ന് ചോദിച്ചാൽ, മൂക്കിന് നേരെ വിരൽ ചൂണ്ടി ഇവിടെ തരിക ഇത് എന്ന് പറയാനുള്ള ശേഷിയില്ലാത്തവരുടെ ആവശ്യങ്ങളാണ് ഈ ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കേറി കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇത് തന്നില്ലെങ്കിൽ ഇനി താൻ മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴി തടയുന്നവർക്ക് ഇവിടെ നീതിയുണ്ട്. അത് 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ശമ്പളം കിട്ടുന്ന ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി പണിമുടക്കുന്നുണ്ട്. UGC സ്കെയിൽ കിട്ടുന്ന അധ്യാപകർ അവരുടെ വേതന വർധനവിന് വേണ്ടി പണിമുടക്കുന്നുണ്ട്. ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലത്ത് മുഴുവൻ ഈ നാട്ടിലെ മുഴുവൻ ഫാക്ടറികളും, ഇടതുപക്ഷ സർക്കാർ ഭരിക്കാത്ത കാലത്ത് ഈ നാട്ടിലെ മുഴുവൻ ഫാക്ടറികളും അവര് തന്നെ പൂട്ടിക്കുന്നുണ്ട്. തൊഴിലാളി എന്താണ് സമരം, പണിമുടക്ക്, നോക്കുകൂലി, ഇങ്ങനെ ഒരു രാജ്യത്തും ഇല്ലാത്ത അസംസ്കൃതമായ സാമൂഹിക അപനിർമ്മിതിക്ക് വേണ്ടി ഒരു സംഘടന, ഒരു പാർട്ടി സംഘടിതമായി വർക്ക് ചെയ്യുക, അതിന്റെ ദുരന്തം ഒരു സമൂഹം തലമുറകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുക.
എന്തൊരു കെടുതിയാണ് കേരളത്തിൽ സത്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, എന്തൊരു വലിയ കെടുതിയാണ് ഇത്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ഇവിടെ സ്വന്തം അവകാശം തിരിച്ചറിയാൻ പോലും ആവില്ല. ഈ ഇരിക്കുന്ന എന്റെ ജോർജ് സാറ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ്. അദ്ദേഹം പെയ്ഡിന്റെ നേതാവാണ്. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്റലക്ച്വലി ഡിസേബിൾഡ്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളുടെ മാതാപിതാക്കളുടെ സംഘടനയാണ്. ഇങ്ങനെ നിരവധി സംഘടനകളുണ്ട് ഈ മേഖലയ്ക്ക് വേണ്ടി വാദിക്കുകയും പോരാടുകയും ചെയ്യുന്ന നിരവധി നേതാക്കളുണ്ട്. ഇവരൊന്നും ഒരു ആക്രമണ സ്വഭാവമുള്ള നേതാക്കളല്ല. അതുകൊണ്ടാണ് ഈ ആവശ്യങ്ങൾ ഇവര് അംഗീകരിക്കാതെ വിടുന്നത്. ഇവരിപ്പോ ബസ്സിന് കല്ലെറിഞ്ഞു, പൊതുമുതൽ നശിപ്പിച്ചു, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് കല്ലെറിഞ്ഞു, മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് കരിങ്കൊടി കാണിച്ചു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയാണ് എന്ന് മീഡിയ പോലും ശ്രദ്ധിക്കുമായിരുന്നു. ഇവിടെ ഈ 4 പേര്, ഞങ്ങൾ 4 നേതാക്കൾ ഇപ്പോൾ ഈ ഒരു ഷെക്കൈന ടിവിയുടെ ചാനലിൽ വന്ന് ഈ ഒരു വിഷയം 1 മണിക്കൂർ നേരത്തേക്ക് സംസാരിക്കുകയാണ്. ഇന്നോളമുള്ള കേരളത്തിന്റെ മാധ്യമ മേഖല ഈ ഒരു വിഷയത്തോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും ഉദാരമായ ഒരു സമീപനമാണ് ഇപ്പോൾ ഷെക്കൈന ടിവി കാണിച്ചിരിക്കുന്നത്. വേറൊരു മീഡിയയ്ക്ക് പോലും ഇത് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു വിഷയം ഇങ്ങനെ സംസാരിക്കേണ്ടതല്ല. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിന് ഒത്തിരി വ്യൂവേഴ്സ് കിട്ടുകയില്ല, സംശയമൊന്നുമില്ല. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും മാത്രമായിരിക്കും ഇത് കേൾക്കാൻ പോകുന്നത്. കാരണം ഇത് സമരം ചെയ്ത് ചോദിക്കാൻ കഴിവില്ലാത്തവരുടെ ആവശ്യങ്ങളായതിന്റെ പേരിലാണ് ഈ അവകാശങ്ങൾ ഇന്നോളം അലസമായി അതിരുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി അലറുക. ഞാനൊരു വൈദികനാണ്. ഞങ്ങളുടെ സംസാര ഭാഷ ഇത്തരത്തിൽ അലർച്ചയുടെയും അട്ടഹാസത്തിന്റെയും ഭാഷയല്ല. പക്ഷേ ഞങ്ങൾ സംസാരിക്കാൻ അറിയത്തില്ലാത്ത മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ അടഞ്ഞുപോയ ഒച്ചകൾ ഒരുമിച്ച് ഞങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. അവിടെ ചിലപ്പോൾ അലർച്ച സംഭവിക്കാം. ജോർജ് സാറിന് ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം വിതുമ്പിപ്പോയി, ഈ തങ്കമണി ടീച്ചർ വിതുമ്പിപ്പോയി. കാരണം അതൊക്കെ സംഭവിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ ഈ മക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ ചോദിക്കാനായിട്ട് അറിയില്ല. അവർക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ടെന്ന് അവർക്കറിയില്ല. ഈ ഭരണഘടന ഇതുപോലൊരു നീതി ഈ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇതുകൊണ്ട് തന്നെ ചോദിക്കാത്തവർക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന സാമൂഹികമായ ഒരു അക്രമ ശൈലി, അത് ഒരു കട്ട് തിന്നാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ഇവിടെ കഴുത്തിന് പിടിച്ച് ചോദിക്കുന്നവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ഉദാരമായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഭരണഘടന, ഈ ഭരണവർഗം ഇവിടെ നിലനിർത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ പോലെ ആരും സംസാരിക്കാനില്ലാത്ത ഈ മക്കൾക്ക് വേണ്ടി അലറുകയും വിലപിക്കുകയും ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായി മാറുന്നത്. അതുകൊണ്ട് ഈ ഒരു സമരം, ഞങ്ങളിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു സമരം, ഇത് ഒരിക്കലും പുറകോട്ട് പോകുന്നതല്ല. ഇത് മുന്നോട്ട് പോകുന്ന ഒരു സമരമാണ്. ഈ മക്കളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കും. അതിനകത്ത് അച്ഛൻ എന്നുള്ള ഒരു വൈദികൻ എന്നുള്ള പ്രത്യേകതയില്ല, ഒരു കന്യാസ്ത്രീ എന്നുള്ള പ്രത്യേകതയില്ല, ഒരു പിന്നെ ഇതര മതവിഭാഗങ്ങൾ, ഇതര രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെ ഒരു പ്രത്യേകതയുമില്ല. കാരണം ഈ ഒരു ദുരന്തം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്, ഒറ്റപ്പെടുമ്പോൾ ഈ മാതാപിതാക്കളും തിരസ്കരിക്കപ്പെടുമ്പോൾ ഇവരുടെ പരിചാരകരും അഭിമുഖീകരിക്കുന്ന ജീവിത അനുഭവത്തെയാണ് ഞാൻ ദുരന്തം എന്ന് വിളിച്ചത്. എന്നാൽ മാതാപിതാക്കൾക്ക് ഇത് ദുരന്തമല്ല. കാരണം അവർ ദൈവം നൽകിയ സമ്മാനമായി ആ മക്കളെ ജീവിക്കാൻ അനുവദിച്ചതുകൊണ്ടാണ് അവർക്ക് ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ നിരവധി വീടുകൾ കയറിയിട്ടുണ്ട്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു നെന്മണി അണ്ണാക്കിലേക്ക് ഇട്ടുകൊടുത്താൽ ആരും അറിയാതെ തീർന്നു പോകുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഒരായുസ് ഞങ്ങൾ അങ്ങ് കൊടുക്കുകയാണ് ഈ മക്കൾക്ക് വേണ്ടി. കാരണം ഈ മക്കളുടെ ജീവൻ ദൈവം ഞങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി ഈ ജീവൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എത്രയധികമാണ്. ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ഭിന്നശേഷി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട് പകുതി പാരലൈസ്ഡ് ആയി, പകുതി തളർന്നു പോയി. അപ്പൊ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? 1-ൽ കൂടുതൽ കുട്ടികളുള്ള 17,000-ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഡോക്ടർ MK ജയരാജ് നടത്തിയ, ഉമ്മൻചാണ്ടി സർക്കാർ ഡോക്ടർ MK ജയരാജിലൂടെ നടത്തിയ ജയരാജ് കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളിത് ഈ പൊതുസമൂഹത്തോട് പറയുകയാണ്, നമ്മളാണ് ഇത് ചെയ്യേണ്ടത്. കേരളത്തിന്റെ പൊതുമനസാക്ഷിയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് കേരളത്തിന്റെ പൊതുമനസാക്ഷി ഉണർന്ന് ഈ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മുടെ സാമൂഹികമായ ഒരു കുലീനത, അത് ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് ഇവിടുത്തെ സഹസ്ര കോടീശ്വരന്മാർക്കല്ല. ആദരവോടെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരവതാനി വിരിച്ച് സ്വീകരിക്കേണ്ടത്
ഈ നാട്ടിൽ അവർക്ക് ഇലക്ഷൻ ഫണ്ട് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന പിന്നെ കള്ള് കച്ചവടക്കാർക്കോ ലോട്ടറി കച്ചവടക്കാർക്കോ അധോലോക മാഫിയായിക്കോ അല്ല. ഓക്കെ. വോട്ട് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് ഓട്ട വീണ ജീവിതത്തിന്റെ ഉടമസ്ഥർക്ക് ഇത് കൊടുക്കണം. അതിന് പിണറായി വിജയന്റെ മനസ്സുണരട്ടെ, അതിന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുടെ മനസ്സുണരട്ടെ, അതിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ മനസ്സുണരട്ടെ, അതിന് ധനകാര്യ മന്ത്രിയുടെ മനസ്സുണരട്ടെ, അതിന് പൊതു സമൂഹത്തിന്റെ മനസ്സുണരട്ടെ എന്നതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഓക്കെ, വളരെ വ്യക്തമായിട്ട് അങ്ങ് ആ ഒരു വിഷയം അവതരിപ്പിച്ചു. ശ്രീ കെ എം ജോർജ്, അങ്ങ് ഇപ്പോൾ ഉള്ളവരെ, പ്രത്യേകിച്ച് ഈ പാനലിലുള്ള എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് നൽകിയ സമ്മാനങ്ങളായിട്ടുള്ള ഭൗതിക വെല്ലുവിളി നേരിടുന്ന ആ കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എല്ലാ ബഹുമാനപ്പെട്ട അതിഥികളും. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ശ്രീ കെ എം ജോർജ്, അങ്ങ് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭൗതികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു സംഘടനയ്ക്ക് അങ്ങ് നേതൃത്വം നൽകുന്നു. പലപ്പോഴും ഈ വിഷയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് സമരത്തിന് ഇറങ്ങേണ്ടി വരുന്നു. അതുപോലും പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹവും പലപ്പോഴും ചർച്ചയാക്കുന്നില്ല. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ചോദ്യമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഈ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ, അവരുടെ പഠനത്തിനായിട്ട്, അവരുടെ പുനരധിവാസത്തിനായിട്ട്, അവരുടെ പരിശീലനത്തിനായിട്ടൊക്കെ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന ആ വെല്ലുവിളികളുടെ ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഒന്ന് വ്യക്തമാക്കാമോ? അപ്പോൾ കുറെ കൂടി ആ മേഖല നേരിടുന്ന ആ ഒരു പ്രതിസന്ധികൾ, നേരത്തെ അച്ഛൻ ആ നിയമപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നിസ്വാർത്ഥമായി സേവനം ചെയ്യുമ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങൊന്ന് പങ്കുവയ്ക്കാമോ ശ്രീ കെ എം ജോർജ്? ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭിന്നശേഷി കുട്ടി ഉണ്ടായിപ്പോയി. അത് ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ആ കുട്ടികളെ പരിപാലിക്കാനുള്ള നിയമസംഹിത ഈ രാജ്യത്തുണ്ട്. സൗജന്യമായി ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, സംരക്ഷണം കൊടുക്കണം, അതെല്ലാം നിയമമുണ്ട്. പക്ഷെ ഞങ്ങളുടെ വിഷയത്തിൽ മാത്രം അവഗണനയാണ്, ഞങ്ങളുടെ വിഷയത്തിൽ മാത്രം അവകാശ നിഷേധമാണ്. ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞ അച്ഛൻ റോയി അച്ഛനും കണ്ണഞ്ചരത്തിനൊക്കെ വളരെ വിശദീകരിച്ചു എന്താണ് ഞങ്ങളോട് മാത്രം ഈ അവഗണന. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളാണ് ഈ കുട്ടികളെ പരിപാലിച്ചു പോകുന്നതിൽ. കാരണം ആ കുട്ടികളെ സംബന്ധിച്ച് തനിച്ചായിട്ടൊരു സ്ഥലത്ത് ഇരുത്തി പോകാൻ പറ്റില്ല. ആ കുട്ടികളെ സംബന്ധിച്ച് ആ കുട്ടികളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഓരോ കുടുംബത്തിലും പ്രതിസന്ധികളുണ്ട് അതിജീവിച്ചു പോകാനായിട്ട്. ഒരു ആശ്രയം എന്നുള്ള രീതിയിലാണ് സ്പെഷ്യൽ സ്കൂളുകളെ ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഈ കുട്ടികൾക്ക്, ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് ഏറ്റവും സേഫായ മേഖല സ്പെഷ്യൽ സ്കൂൾ തന്നെയാണ്. അവിടെ കൊണ്ടാക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനവും സന്തോഷം തരുന്നത്. ആ മേഖലയെ അവഗണിക്കുന്നു, ഞങ്ങളെ അവഗണിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ സംഘടനകളുണ്ട്, ഓരോ മേഖലയുണ്ട്. അതിലൊന്നും കൈവയ്ക്കാതെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേഖലയെ അവഗണിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇപ്പോ അച്ഛൻ സൂചിപ്പിച്ച സ്പെഷ്യൽ സ്കൂളുകളിൽ കഴിഞ്ഞ വർഷത്തെ പാക്കേജിൽ 47 സ്കൂളുകൾ ഔട്ടായി. ഈ 47 സ്കൂളിൽ പഠിക്കുന്ന 18-20 കുട്ടികളില്ലാത്ത കുട്ടികൾ അവരെവിടെ പോകും? എവിടെ പോയി പഠിക്കാൻ പറ്റും? ആ സ്കൂളിന് സാമ്പത്തികം ഇല്ലെങ്കിൽ ആ സ്കൂൾ എങ്ങനെ മുന്നോട്ട് പോകും? അതുപോലെ 18 വയസ്സിന് ശേഷമുള്ള ഞങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് മരണം വരെയും, ജന്മം തൊട്ട് മരണം വരെയും അവസ്ഥയ്ക്ക് വലിയ മാറ്റമില്ലാത്ത കുട്ടികളാണ്. സ്വന്തമായി അധ്വാനിക്കാൻ ശേഷിയില്ല, സ്വന്തമായി തിരിച്ചറിവില്ലാത്ത കുട്ടികളാണ്. ആ കുട്ടികളെ ഞങ്ങൾക്ക് പരിപാലിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കൊന്നുകളയാൻ പറ്റില്ല. ഞങ്ങളുടെ കുട്ടികളാണ്. ഇങ്ങനെയായ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ഈ നിയമപരിരക്ഷ ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ അവിടെ നടപ്പാക്കുന്നില്ലെന്നുള്ളതാണ്. 18 വയസ്സായ കുട്ടികൾക്ക് സംരക്ഷിക്കുവാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് 5 കോടി രൂപ കഴിഞ്ഞ വർഷം മാറ്റിവെച്ചു. വൊക്കേഷൻ ട്രെയിനിങ് സെന്ററുകൾക്ക് തൊഴിൽ പരിശീലനത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടി മാറ്റിവെച്ചതാണ്. ബഡ്ജറ്റിൽ കൃത്യതയോടുകൂടി അത് പറഞ്ഞു. എന്തേ ഒരു പൈസ പോലും ഈ മേഖലയ്ക്ക് കൊടുത്തില്ല എന്നുള്ള. അപ്പൊ ഞങ്ങളോടുള്ള അവഗണനയല്ലേ? ഇവിടെ പറഞ്ഞു കുടുംബ പെൻഷൻ, കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ, ആ പെൻഷനാണ് ഈ ഗവൺമെന്റ് നിർത്തലാക്കിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്ന 60 ലക്ഷം പേരുണ്ട്. അതിലെ 12 ലക്ഷം പേര് അനർഹരാണ്, അവര് മേടിക്കാൻ യോഗ്യതയില്ല എന്ന് ഗവൺമെന്റ് കണ്ടെത്തി. എന്തി അവരെ ഒഴിവാക്കാത്ത? ഈ ഗവൺമെന്റ് ഒഴിവാക്കുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ച് സംഘടിതമാണ്, അവർ പ്രതിഷേധിക്കും. അവരുടെ വോട്ട് പ്രധാനമാണ്, അതുകൊണ്ട് ജനപ്രതിനിധികൾ അവർ ഒഴിവാക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ വോട്ട് പ്രധാനമല്ല, ഞങ്ങളുടെ സംഘടിതമല്ല. ഞങ്ങൾക്ക് ഒരു ഭാരമുണ്ട് ജീവിതത്തിൽ, ഞങ്ങളുടെ കുട്ടികളെ പരിപാലിക്കുന്ന ആ ഭാരത്തിന്റെ മേലെ കൂടുതൽ ഭാരം കയറ്റി വെച്ച് ഞങ്ങളെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ സംരക്ഷിക്കേണ്ടതിന് ഒരു ഞങ്ങളെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ അസംഘടിതമല്ല എന്ന് ഗവൺമെന്റ് ധരിച്ചെങ്കിൽ തെറ്റാണ്.
ഇന്നലെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ട സമരങ്ങളിൽ വൻ പാർട്ടികൾ നടത്തുന്ന സമരത്തിനോട് തുല്യമായി ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ ഞങ്ങൾ ആ സമരം നടത്തിയത്. ഞങ്ങൾ തീക്ഷ്ണമാണ്, ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടാണ്. ഞങ്ങൾ നോക്കുകുത്തിയായിട്ട് മാറില്ല. ഞങ്ങളെ അവഗണിക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. ഞങ്ങളുടെ കുട്ടികളെ അവഗണിക്കുന്ന അധികാരി വർഗത്തിന്റെ മുന്നിലേക്ക് തീക്ഷ്ണമായ സമരത്തിന് ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ടാക്കും. അവർ നോക്കട്ടെ, അവർ സംരക്ഷിക്കണ്ടേ. ആ നിലയിലേക്ക് ഞങ്ങളെ വരുത്തരുത് എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇന്ന് ഈ മേഖലയിലെ ഞങ്ങളെ ഒന്ന് തിരിച്ചറിയുവാൻ ഈ TV ചാനല് അതിന് മുൻപന്തിയിലേക്ക് വന്നതിൽ വളരെ നന്ദിയുണ്ട്, പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. മറ്റൊരു ചാനലുകാരും ഒരു മീഡിയം ഈ മേഖലയെ സ്പർശിക്കുകയോ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നില്ലെന്നുള്ള അവിടെയും അവഗണനയാണ്. എല്ലാ മേഖലയിലും അവഗണനയാണ്. ഇവിടെ പറഞ്ഞല്ലോ, നീരാമ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു. തുച്ഛമായ 50 ലക്ഷം രൂപ മാറ്റിവെച്ചുവാൽ ഇന്റലക്ച്വലി ഡിസേബിൾഡ് കുട്ടികൾക്ക് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ 1 ലക്ഷം രൂപയുടെ സൗജന്യ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിന് കേരള ഗവൺമെന്റ് ചെറിയ സഹായമുള്ളൂ. ആ പ്രീമിയം അടച്ചു പോവാം, 18 തൊട്ട് അടച്ചു പോകുന്നതാണ്. ആ 50 ലക്ഷം രൂപ അടച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തലാക്കുമെന്നുണ്ട്. എന്ത് ക്രൂരമാ ചെയ്യുന്നത്! എന്താണ് ഞങ്ങളോടുള്ള സ്നേഹം അവർക്ക്? നീരാമ ആശ്വാസകരനോട് പറഞ്ഞല്ലോ, 2 വർഷക്കാലവും മാറ്റിവെച്ച 50ഉം 54 കോടി രൂപ അതിന് 1/3 പോലും വിതരണം ചെയ്യുന്നില്ല. കുടുംബ പെൻഷൻ, അങ്ങനെ സമസ്ത മേഖലയിൽ, ലൊക്കേഷൻ ട്രെയിൻ സമസ്ത മേഖലയിലും ഞങ്ങളുടെ അവഗണന മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി ശ്രീ KM ജോർജ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രത്തോളം ഒരു പ്രതിസന്ധി അവരുടെ നടത്തിപ്പിൽ നേരിടുന്നുണ്ട്? അതിന്റെ ഒരു റിയാലിറ്റി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലാണ്. ഇതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന 2 മേഖലയാണ് ബഡ് സ്കൂളും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും. അവിടെ ഒരു ടീച്ചർക്ക് ശമ്പളം 30,000 രൂപ 35,000 രൂപയുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ പഠിക്കുന്ന സ്കൂളുകൾക്ക് പാക്കേജ് ആയിട്ട് ടീച്ചർമാർക്ക് കൊടുക്കുന്ന 7, 8, 9,000 രൂപ 10,000 രൂപ വരെയുള്ളൂ. എങ്ങനെയാണ് 10,000 രൂപ കൊണ്ട് ഒരു സ്റ്റാഫ് മുന്നോട്ട് പോകുന്നത്? വലിയ കഷ്ടത്തിലല്ലേ? എന്താ 2 നീതിയുണ്ടോ? ഇവിടെ എല്ലാ കുട്ടികളും, എന്റെ കുട്ടീനെ എവിടെ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അത് 2016 RPW ആക്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഏത് NGO സ്കൂളിലും എനിക്ക് വേണ്ടി പഠിപ്പിക്കാം. അവിടെ സംരക്ഷണം കൊടുക്കേണ്ടത് ഈ ഗവൺമെന്റാണ്. മറ്റൊന്ന്, ഒരു സ്കൂൾ നടത്തിക്കൊണ്ടു പോകാൻ എത്രയോ പൈസ വേണം ഇന്നത്തെ സാഹചര്യത്തിൽ. ആ പൈസ കൊടുക്കുന്നുണ്ടോ? ആ സാമ്പത്തിക സ്കൂളുകൾക്ക് കൊടുക്കുന്നില്ല. അത് കൂടാതെ കുട്ടികളുടെ എണ്ണം നിശ്ചയിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നു. അവിടെയാ പറഞ്ഞ് 20 കുട്ടികൾ ഉണ്ടെങ്കിലേ ഒരു സ്കൂളിന് രജിസ്ട്രേഷൻ ഉള്ളൂ. വർഷങ്ങളായി അച്ഛൻ പറഞ്ഞ പോലെ 50ഉം 55ഉം 60ഉം വർഷമായി ഈ മേഖലയിൽ ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഈ സ്കൂളുകള് ഈ എണ്ണത്തിന്റെ പേരിൽ അവർക്ക് പാക്കേജ് കൊടുക്കാണ്ടിരുന്നാൽ, രജിസ്ട്രേഷൻ കൊടുക്കാണ്ടിരുന്നാൽ ഞങ്ങളോടല്ലേ, ഈ സ്കൂളിനോടല്ലേ ഏറ്റവും ക്രൂരത ചെയ്യുന്ന? ഭൂരിപക്ഷം സ്കൂളുകളും മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തികമായ വലിയ പ്രതിസന്ധി പോവാണ്. ഇവരുടെ ആവശ്യമില്ലാത്ത ഓരോ നിയമങ്ങള്, അശാസ്ത്രീയമായ തീരുമാനങ്ങൾ അത് ഈ സ്കൂളുകൾ അടിച്ചേൽപ്പിച്ച് ഇത് ഇല്ലായ്മ ചെയ്യാനുള്ളൊരു ശ്രമം അധികാരി വർഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള. എന്നാൽ ഭൂരിപക്ഷവും ഇന്റലക്ച്വലി ഡിസേബിൾഡ് കുട്ടികൾക്ക് ഏറ്റവും സേഫാണ് ഈ മേഖല. ഈ മേഖലയോട് ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന ഒരിക്കലും രക്ഷാകർത്താക്കൾ സംഘടന സഹിക്കില്ല. എന്ത് വില കൊടുത്തും അത് നിലനിർത്താനുള്ള ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിന് ഗവൺമെന്റ് മുന്നിട്ടിറങ്ങി പഠിക്കണം. സ്പെഷ്യൽ സ്കൂളുകൾ മേഖല ഞങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യുന്നു, ഞങ്ങൾക്ക് സേഫ് ആണോ ഇതെന്ന് ഗവൺമെന്റ് ഒന്ന് പഠിക്കട്ടെ. പഠിച്ചിട്ട് മറ്റു സ്കൂളുകൾക്ക് കൊടുക്കുമ്പോഴും തന്നെ, ബഡ് സ്കൂളുകളും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും കൊടുക്കുമ്പോഴും തന്നെ തുല്യ വേതനത്തോടും തുല്യ അവകാശത്തോടും ഈ സ്കൂളിലെ സ്റ്റാഫിനും സ്കൂളിനും പാക്കേജ് കൊടുത്ത് സംരക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. ശ്രീമതി തങ്കമണി ടീച്ചർ, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സ്പെഷ്യൽ സ്കൂളുകളുടെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ മറ്റ് സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന ആ ഒരു ശൈലി അല്ല. അത് കൃത്യമായിട്ട് നമുക്കറിയാം. അവിടെ വലിയ തോതിലുള്ളൊരു എഫേർട്ട് അവിടെ കൃത്യമായിട്ടും ആവശ്യമുണ്ട്. സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യ കൊടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. ഇവിടെ ആ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു അമ്മയുടെ, ഒരു അപ്പന്റെ കരുതലോടുകൂടി തന്നെയാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആ അധ്യാപകർ അവരെ കരുതുന്നത്. വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരെ പരിശീലിപ്പിക്കുന്നു, അവർക്ക് ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് നൽകുന്നു. അപ്പോൾ ഇത്രത്തോളം നിസ്വാർത്ഥമായിട്ടുള്ളൊരു സേവനങ്ങൾ ആ മേഖലയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്, ആ മേഖലയിൽ അധ്യാപകർ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു തീവ്രത,
അല്ലെങ്കിൽ എടുക്കുന്ന ഒരു എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? ഒപ്പം രണ്ടാമത്തെ ചോദ്യം, പലപ്പോഴും പലരും വിചാരിക്കും ഈ ബൗദ്ധികമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ യാതൊരു കഴിവുമില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നൊരു മിഥ്യാധാരണ ചിലർക്കെങ്കിലും ഉണ്ട്. അങ്ങയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവുകളെ കുറിച്ചോ അത്തരം കാര്യങ്ങളെ കുറിച്ച് അങ്ങ് ഒരു അധ്യാപികയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങ് മനസ്സിലാക്കിയ ചില അങ്ങയുടെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാം. താങ്ക് യു സർ. കേൾക്കാമോ സർ? കേൾക്കാം, പറഞ്ഞോളൂ. എനിക്കിപ്പോ 67 വയസ്സായി. ഞാൻ 44 വർഷമായി എഡ്യൂക്കേഷൻ കുട്ടികളുടെ പഠനത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് 8 വർഷം ജനറൽ സ്കൂൾ അധ്യാപികയായിട്ട് വർക്ക് ചെയ്ത ഒരു അധ്യാപികയാണ് ഞാൻ എന്നിട്ട് 36 വർഷം സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ടും വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ആഗ്രഹം, എനിക്ക് ഇഷ്ടം തോന്നിയാണ് ഞാൻ ജനറൽ സ്കൂൾ അധ്യാപികയിൽ നിന്ന് മാറി ഈ മേഖലയിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം നമുക്ക് തന്ന കഴിവ്, നമ്മളോടൊപ്പം കഴിവില്ലാത്ത മക്കളെ പരിശീലിപ്പിക്കാനായിരിക്കണം നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. ഈ മേഖലയിലുള്ള അധ്യാപകർ അല്ലെങ്കിൽ ജീവനക്കാരൻ അവരനുഭവിക്കുന്ന യാതനകൾ പുറം ലോകം ഇന്ന് വരെയും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചെയ്യുന്ന പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടികളെ ടോയ്ലറ്റിൽ കൊണ്ടുപോകണം. ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ കൊണ്ട് ഇരുത്തുക അല്ല പരിപാടി. ഇവരുടെ ഈ കുട്ടികൾക്ക് പറയാൻ അറിഞ്ഞുകൂടാത്ത മക്കളുണ്ട്, ഏറെക്കുറെ മക്കൾ, എല്ലാവരും അങ്ങനെയല്ല, എന്നാൽ ഉപരി പറയാൻ അറിയാത്ത കുറെ കുട്ടികളുണ്ട്. അവരുടെ എന്താ പറയാൻ, അപ്പിയിട്ടതിന് ശേഷം ആയിരിക്കും, ആ ഒരു മണം വരുന്നതിന് ശേഷമായിരിക്കും ഞങ്ങൾ അത് മനസ്സിലാക്കുന്നത്. ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടി അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. പക്ഷെ ഞങ്ങൾ തന്നെയാണ് അത് കുട്ടികളെ ടോയ്ലറ്റിൽ കൊണ്ടുപോവുക, ക്ലീൻ ചെയ്യുക, ഡ്രസ്സ് മാറ്റുക, അങ്ങനെയുള്ള അവിടം തൊട്ട് ഈ മക്കളെ ഇന്റർനാഷണൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് വരെയും കലാപരമായും ഒക്കെ വളർത്തിക്കൊണ്ടുവരാൻ അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ വികസിപ്പിച്ച് സ്റ്റെപ്പായിട്ട് അവർക്ക് ട്രെയിനിങ് കൊണ്ട് പരിപോഷിച്ച് എത്തുന്നത് സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചെയ്യുന്ന പ്രവർത്തനം കുട്ടികളെ രാവിലെ 9:30 ബെല്ലടിച്ച് ക്ലാസ്സിലിരുത്തി 3:30 ബെല്ലടിച്ച് ഗേറ്റിൽ നിന്ന് പുറത്ത് വിടുകയല്ല. 24 മണിക്കൂർ ഞങ്ങൾ ഈ മക്കളോടൊപ്പമാണ് ജീവിക്കുന്നത്. അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തയാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 67 വയസ്സായിട്ടും ഇന്നും ഇന്നും മക്കളുടെ ഇടയിൽ നിന്ന് ജീവിച്ചിട്ടാണ് വരുന്നത്. എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഞങ്ങളെപ്പോലെ അർപ്പണ മനോഭാവമുള്ള 6000-ഓളം സ്റ്റാഫുകൾ ഇന്ന് NGOs നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ഇരിക്കാൻ പഠിപ്പിക്കുക, ചാടാൻ പഠിപ്പിക്കുക, ഓടാൻ പഠിപ്പിക്കുക, എഴുതാൻ പഠിപ്പിക്കുക, വായിക്കാൻ പഠിപ്പിക്കുക, പാടാൻ പഠിപ്പിക്കുക, ആടാൻ പഠിപ്പിക്കുക, തിന്നാൻ പഠിപ്പിക്കുക, ഉടുക്കാൻ പഠിപ്പിക്കുക, പല്ല് തേക്കാൻ പഠിപ്പിക്കുക, കുളിക്കാൻ പഠിപ്പിക്കുക, ഡ്രസ്സ് ഊരാൻ പഠിപ്പിക്കുക, ഡ്രസ്സ് ഇടാൻ പഠിപ്പിക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന ജോലി. അതിനകത്ത് ഒരു 3 വയസ്സിൽ കിട്ടുന്ന കുട്ടിയൊക്കെ ഞങ്ങൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് സിറ്റിംഗ് കപ്പാസിറ്റി കൂട്ടി ഇരിക്കാനും പറയാനും ഒക്കെ പഠിപ്പിച്ച് ഒരു 10 വയസ്സോ 15 വയസ്സോ ആകുമ്പോൾ അവരുടെ എബിലിറ്റി അനുസരിച്ചുള്ള അവരുടെ സ്കില്ലുകൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ആ മേഖലയിലേക്ക് കുട്ടികളെ തിരിച്ചെത്തിക്കുന്നു. ഇപ്പൊ തന്നെ ഇന്റർനാഷണൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഈ കഴിഞ്ഞ ഫുട്ബോൾ മത്സരത്തിന് പോയിട്ട് 4 കുട്ടികളാണ് ഇന്ത്യൻ ടീമിൽ മത്സരിച്ച് ഗോൾഡ് മെഡലുമായിട്ട് എത്തിയത്. അതെല്ലാം ഈ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർ കഷ്ടപ്പെട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളാണ്. കലോത്സവമായാൽ പോലും കൾച്ചറൽ പ്രോഗ്രാം എല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഈ സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ നിന്ന് കിട്ടുന്ന സ്പെഷ്യലൈസ് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരുന്ന കഴിവുകളാണ്. അതിനെ കണ്ടില്ലെന്ന് ഗവൺമെന്റ് നടിച്ചാൽ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല സാർ. എന്ന് വെച്ചാൽ ഒളിമ്പിക്സ് കഴിഞ്ഞു വന്ന് നമ്മളിവിടെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവർക്ക് എത്ര കോടികളാണ് ഗവൺമെന്റ് വാരിക്കോരി കൊടുക്കുന്നത്. ഞങ്ങളുടെ മക്കൾ ഇപ്പം എത്ര ഇന്റർനാഷണൽ ഒളിമ്പിക്സ് പങ്കെടുത്തിട്ട് വരുന്നു. അവർക്ക് എന്താ സഹായങ്ങൾ ചെയ്യുന്നത്, എന്താ കൊടുക്കുന്നത്, എന്തുകൊണ്ട് ഈ മക്കളെ പരിഗണിക്കുന്നില്ല? അതൊക്കെ ചോദിക്കാൻ നമ്മളെപ്പോലുള്ളവർ തന്നെ വേണം. അതുപോലെ തന്നെയാണ് ഈ കുട്ടികൾക്ക് 12 മാസം ട്രെയിനിങ് ആണ്, 24 മണിക്കൂർ അവരോടൊപ്പമാണ് ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന ഒരു തുച്ഛമായ പാക്കേജ് 10 മാസം. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് 12 മാസം തരാത്തത്? ഈ മേഖലയെ കഷ്ടപ്പെടുന്ന പെൻഷൻ ഉണ്ടോ, ESA ഉണ്ടോ? യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. ഇവൻ ഫെസ്റ്റിവൽ അലവൻസ് പോലും നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഇല്ല. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഈ മേഖല വർക്ക് ചെയ്യുന്നവർക്കില്ല. അതിന് പോലും ആരാണ് ഈ
തൊഴിലുറപ്പിന് പോകുന്നവർക്ക്, കർമ്മസേനക്കാർക്ക്, ആശാ വർക്കർമാർക്ക്, ആ നിലവാരത്തിൽ പോലും ഇത്രയേറെ ഡെഡിക്കേറ്റഡ് ആയ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മക്കളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ജീവനക്കാർക്ക് ഒരു 500 രൂപ പോലും ഫെസ്റ്റിവൽ അലവൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. പാക്കേജ് ആണെങ്കിൽ പോലും ചില സ്കൂളുകൾ 50 സ്റ്റാഫുള്ള സ്ഥാപനങ്ങളില് 15 പേർക്കോ 10 പേർക്കോ കിട്ടുന്നുള്ളൂ. അത് ഡിവൈഡ് ചെയ്ത് 50 പേരും കൂടെ എടുക്കുമ്പോൾ അവരുടെ വരുമാനം എന്ന് പറയുന്നത് 6000 7000, പ്രിൻസിപ്പലിന് 10000 രൂപയോ. 36 വർഷം പ്രിൻസിപ്പളായിട്ടിരുന്ന എനിക്ക് കിട്ടുന്ന, ഞാൻ 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ഇറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് വെറും 15000 രൂപയാണ്. 36 വർഷം ഞാൻ സ്പെഷ്യൽ ബി.എഡും ഡിഗ്രിയും UK പോയി ഈ ഓട്ടിസം മക്കൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്, എന്തൊക്കെയുള്ള ട്രെയിനിങ് എല്ലാം ഞങ്ങളെടുത്ത് ഹൈലി ക്വാളിഫൈഡ് അവരാണ് ഞങ്ങൾ ഈ മേഖലയിൽ വർക്ക്. എല്ലാവരും B.എഡുകാരും M.എഡുകാരും ഒക്കെയുള്ള അധ്യാപകരും വളരെ സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി ഈ മക്കളെ നോക്കുന്നവരാണ്. പക്ഷെ ഞങ്ങളുടെ ഈ പ്രവൃത്തി ഗവൺമെന്റ് കണ്ടില്ല എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. വടക്കേൽ അച്ഛൻ പറഞ്ഞതുപോലെ ഗതികെട്ടാണ് നമ്മളിപ്പോ ഇറങ്ങിയത്. 2006 തൊട്ട് ഈ ഗവൺമെന്റിന്റെ മുന്നില് യാചിച്ച് 7 കോടി രൂപ അന്ന് ഞങ്ങൾക്ക് കുട്ടികളുടെ നോൺ റെക്കറിങ് ഫണ്ട് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് തന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഓരോ വർഷവും സാറൊന്ന് നോക്കണം, ജൂണിൽ ആപ്ലിക്കേഷൻ മേടിക്കും, ആപ്ലിക്കേഷൻ DPIക്ക് കൊടുക്കും, സ്ഥാപനങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തി റിപ്പോർട്ട് ചെയ്തിട്ട് ഈ AS ചിലപ്പോൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഞങ്ങൾക്ക് അനുവദിച്ച ഫണ്ട് AS ആവും. പക്ഷെ ഈ AS ആവുന്ന എമൗണ്ട് മാർച്ച് 30 വരെ ഞങ്ങൾ 30 രാത്രിയൊക്കെ ട്രഷറിയുടെ വാതിക്കൽ കുത്തിയിരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അതൊന്ന് AS ആയി മെയ്യിലോ ജൂണിലോ ഒക്കെ സ്റ്റാഫൊക്കെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഈ 2006 തൊട്ട് കണ്ണഞ്ചിറ അച്ഛൻ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിലും DPIയിലും കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എത്ര കാലം നമ്മളിങ്ങനെ കയറി ഇറങ്ങും ഈ മേഖലയ്ക്ക് വേണ്ടി, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന ജീവനക്കാർക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഒരിക്കലും ഗവൺമെന്റ് കണ്ടില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല. അതുപോലെ തന്നെയാണ് സർ, ഞങ്ങൾക്ക് പണിമുടക്കില്ല, ഞങ്ങൾക്ക് ലീവില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മക്കൾ ആരാ നോക്കാൻ? ഞങ്ങൾ പണിമുടക്കൽ ലീവ് എടുത്താലും ഇന്നലെ തന്നെ അവിടെ സെക്രട്ടറിയുടെ അവിടെ ഇത്രയും ആൾക്കാർ വന്നുവെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സ്പെഷ്യൽ സ്കൂളുകളും ഇന്നലെ തുറന്ന് പ്രവർത്തിച്ചു. എന്നുവെച്ചാൽ വളരെ കുറച്ച് സ്റ്റാഫാണ് ഇന്നലെ ഈ ആവശ്യത്തിന് വന്ന്, ബാക്കിയുള്ളവർ ഈ മക്കളെ നോക്കിയിരിക്കുകയാണ്. അവനവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുമ്പോൾ മാത്രമേ എത്രത്തോളം ആ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാവുകയുള്ളൂ സാർ, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മളിപ്പോ ഈ മേഖലയിലേക്ക് വരാൻ തുടങ്ങിയത്. ഈ കലോത്സവം തന്നെ ഇപ്പൊ നടക്കുന്നു. ഈ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഇപ്പൊ ഗവൺമെന്റ് 3-4 വർഷം കൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ നടത്തുന്നു. ഒരൊറ്റ കലോത്സവത്തിന് പോലും സ്പെഷ്യൽ സ്കൂൾ മേഖലയിലുള്ള ആരെയും അതിന്റെ നടത്തിപ്പിലേക്ക് എടുക്കുന്നില്ല. കഴിഞ്ഞതിന്റെ മുന്നേ കലോത്സവം കോട്ടയത്ത് വെച്ച് നടത്തും. ഞങ്ങളുടെ പ്രിയപ്പെട്ട റോയി വടക്കേൽ അച്ഛൻ വരെ വന്ന് കുട്ടികളൊപ്പം കസാരയിൽ ഇരുന്ന് കുട്ടികളുടെ പ്രോഗ്രാം കണ്ടിട്ട് പോയി. അവിടെ പോലും ഞങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ കുട്ടികളുടെ കലോത്സവമാണ് നടത്തുന്നത്. അത് എങ്ങനെ നടത്തണം, അത് കുട്ടിയുടെ കഴിവ് എങ്ങനെയായിരിക്കും, ജഡ്ജ്മെന്റ് എങ്ങനെയായിരിക്കും, കുട്ടിയുടെ പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഞങ്ങൾക്കൊരു അവസരം ഇല്ല. അപ്പൊ ഇത്രയേറെ ഈ കഷ്ടത അനുഭവിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ ഗവൺമെന്റ് കണ്ടില്ല എന്നടിക്കുന്നത് ഒരിക്കലും നമുക്ക് അനുവദനീയമല്ല. അപ്പൊ ഈ മുമ്പ് പറഞ്ഞവർ 3 പേരും പറഞ്ഞു, വടക്കല്ലച്ഛനും കണ്ണഞ്ചിറ അച്ഛനും ജോർജ് സാറും പറഞ്ഞതുപോലെ ഈ ഒരു ചാനൽ എൻ്റെ ലൈഫില് 36 വർഷത്തിൽ ഞാൻ സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ, ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃതജ്ഞയോടെ എൻ്റെ സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയന്റെ എല്ലാ അഭിവാദ്യങ്ങളും ഈ ഒരു ചാനലിന് വേണ്ടി അർപ്പിക്കുന്നു. ഇനിയും ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സാർ. തീർച്ചയായും ടീച്ചർ. അച്ഛാ, നമ്മുടെ ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇത്തരത്തിലൊരു ഗവൺമെന്റ് ഒരു നിഷേധാത്മക ഒരു മനോഭാവത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതങ്ങളായിരിക്കില്ലേ കേരളത്തിന്റെ ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്? ഇത്തരത്തിൽ ഈ മേഖല ഒരു അവഗണന തുടർന്നു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു തലമുറ ഈ മേഖലയിലെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ അധ്യാപന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വരാൻ പലപ്പോഴും ചിലപ്പോൾ വിമുഖത കാണിക്കാനുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. ഒപ്പം തന്നെ ഈ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു അടച്ച് പൂട്ടലിന്റെ ഒരു വക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വളരെ
നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കില്ലേ നമ്മുടെ പൊതുസമൂഹത്തിൽ, നമ്മുടെ കേരളത്തിന്റെ സമൂഹത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് സൃഷ്ടിക്കുക? ഫാദർ റോയ് വടക്കേൽ, ഇതേക്കുറിച്ച് പറയുമ്പോൾ 21 ഭിന്നശേഷികളിൽ ഏറ്റവും അധികം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉള്ള ഒരു വിഭാഗമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളവരാണ്. ഫിസിക്കൽ ഭിന്നശേഷിയാകാം, അല്ലെങ്കിൽ മറ്റ് ഇതര ഭിന്നശേഷികളാകാം. അത് നൂതനമായ ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളിലൂടെ കുറയുന്നുണ്ടെങ്കിൽ ഓട്ടിസം കണക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുക, ഓരോ നാളുകൾ ചെല്ലും തോറും പെർസെൻറ്റേജ് ഓഫ് കുട്ടികൾ ജനിക്കുന്നത് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതുതന്നെ നമ്മൾ ഏറെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഈ ഒരു വിഭാഗത്തെ നമ്മൾ കൂടുതൽ പരിഗണിക്കണമെന്ന് പറയുക മറ്റേതൊരു മേഖലയേക്കാൾ ഓരോ നാളുകൾ ചെല്ലും തോറും കുട്ടികളുടെ നമ്പർ വർദ്ധിച്ചു വരികയാണ്. ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ നല്ലൊരു ശതമാനവും ഭിന്നശേഷി വിഭാഗത്തിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി വർദ്ധിച്ചു വരികയാണ്. ഇവിടെ ഈ ഒരു മേഖല വേതനം കണ്ടുകൊണ്ട് മാത്രം ആരംഭിച്ച ഒന്നല്ല. ഈ കുഞ്ഞുങ്ങളോടും ഈ മാതാപിതാക്കളോടുമുള്ള വലിയ ഒരു അഫെക്ഷന്റെ ഭാഗമായി കൂടി വന്ന ഒരു മേഖലയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഇതേക്കുറിച്ച് പറയുക, ഈ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ഡെഡിക്കേഷനും കാരണം വന്നു എന്നതുകൊണ്ട് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ജീവനക്കാർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നഷ്ടമാവുകയാണ്. ആ ഒരു സാഹചര്യം വരുമ്പോൾ പൊതുസമൂഹം ഇതേക്കുറിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു കുഞ്ഞ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ മാതാവും പിതാവും അനുഭവിക്കുന്ന വ്യതയും ദുഃഖവും എന്തെന്ന് തിരിച്ചറിയാം. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടക്കുന്ന വേളയിൽ ഒരു പിതാവ് പറയുകയാണ്, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, ഈ കുഞ്ഞിനെ ഞാൻ കൊന്നുകളയുവാൻ എങ്ങനെയാണ് സാധിക്കുക? എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് കൊന്നുകളയുക? ഈ വിധത്തിൽ ആകുലതപ്പെടുന്ന ഈ മാതാവിനോടും പിതാവിനോടും നമുക്കെങ്ങനെയാണ് മുഖം തിരിഞ്ഞു നിൽക്കുവാനായിട്ട് സാധിക്കുക? അപ്പോൾ ഈ ഒരു വലിയ സാഹചര്യം എന്തേ എന്നുള്ള തിരിച്ചറിവിന്റെ കുറവാകാം ഈ സമൂഹം ഇതിനോട് വിമുഖത കാണിക്കുക. ഇന്നലെ തന്നെ അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറയുകയുണ്ടായി, അല്ലയോ പ്രിയ ഉദ്യോഗസ്ഥരെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ ഞങ്ങളുടെ കാര്യം തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ എന്ന്. അപ്പോൾ എനിക്കിതേക്കുറിച്ച് പറയാനുള്ളത്, ഈ മേഖലയെ ഈ നാളുകൾ വരെ പ്രത്യേകിച്ച് NGO സെക്ടർ വേതനം കണ്ടുകൊണ്ട് മാത്രമല്ല ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. ഈ മേഖലയെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, സമുദായങ്ങൾക്കുണ്ട്, സഭകൾക്കുണ്ട്, ഓരോ വ്യക്തിക്കുമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ബലഹീനതയാണ് എന്ന് സർക്കാരോ ഉദ്യോഗസ്ഥരോ കാണുന്നതിനോടുള്ള ഒരു വെല്ലുവിളിയോ ചോദ്യം ചെയ്യലോ ആണ് നമ്മൾ ചെയ്യുക. ഈ മേഖലയിൽ സാറ് സൂചിപ്പിച്ചതുപോലെ ഭാവിയിലേക്ക് ആൾക്കാർ വരില്ലേ എന്ന് ചോദിച്ചാൽ വരാതിരിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മനസാക്ഷിയുള്ള മനുഷ്യർ പണത്തേക്കാൾ ഉപരിയായി ഇവരെ സ്നേഹിക്കും. പക്ഷേ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ആ ഒരു മര്യാദ, ഒരു മാന്യമായ ഇടപെടൽ ആവശ്യമാണ് എന്നുള്ള ഒരു അവകാശത്തിന്റെ ലംഘനത്തോടുള്ള ഒരു ചോദ്യം എന്ന നിലയിൽ, അതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ സമര നടപടികളോട് പോകുക. അതുകൊണ്ട് ഈ മേഖലയെ പൊതുവെ എല്ലാവരും ഉപേക്ഷിച്ചു പോകുമെന്നുള്ളൊരു ധാരണ നമുക്കില്ല. കാരണം മുമ്പ് ഏതാനും വർഷങ്ങൾ, അതായത് 2009 മുതലാണ് ഏതെങ്കിലും ഒരു വേതനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷെ നാളുകൾ ചെല്ലും തോറും കുഞ്ഞുങ്ങളുടെ നമ്പർ വർദ്ധിക്കുന്നു, ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നു. ഒപ്പം ഇത് മറ്റേതൊരു ആള് ജോലി ചെയ്യുന്നത് പോലെയുള്ള ആ ജോലിയെ നിഷേധിക്കുകയും ഒരു ഒരു ഐറ്റം ഈ മേഖലയോട് കാണിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ധാർമ്മികമായ ഒരു പ്രതികരണം കൂടി ആയിട്ടാണ് ഞങ്ങൾ ഈ സമര നടപടികൾ മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ വീണ്ടും തീരുമാനിച്ചിരിക്കുക, ഇതിന് നടപടികൾ ഇതുവരെയും കാര്യമായി വന്നിട്ടില്ല. അതുകൊണ്ട് ഓണത്തിന്റെ അന്ന്
പട്ടിണി സമരം സെക്രട്ടറിയുടെ മുമ്പിൽ നടത്തുവാൻ ഇന്ന് ഞങ്ങൾ ആലോചനയിലേക്ക് വരികയാണ്. ഒപ്പം തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഏതാണ്, അത് റോയ് വടക്കേലച്ചൻ സൂചിപ്പിച്ചു. ഇത്തരത്തിലൊരു നിഷേധാത്മക ഒരു സമീപനം തുടരുകയാണെങ്കിൽ ഇനി ഓണത്തിന് ഒരു പട്ടിണി സമരം, ആ ഒരു സമര മാർഗം റോയ് വടക്കേലച്ചൻ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനേക്കാൾ അപ്പുറമുള്ള ഈ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലുള്ള ഒരു സമര മുഖത്തേക്ക്, അല്ലെങ്കിൽ ഒരു സമരവുമായി ബന്ധപ്പെട്ട മറ്റ് ചില ആശയങ്ങൾ ഈ മേഖലയിലുള്ളവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നേരത്തെ തങ്കമണി ടീച്ചറൊക്കെ സൂചിപ്പിക്കുകയുണ്ട്, പ്രത്യേകിച്ച് ഈ കുട്ടികൾ, ഇവർക്കൊന്നും അറിയത്തില്ല, വളരെ അതിദയനീയമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന, അവരെ കരുതുന്നവരാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും. അപ്പോൾ ഈ നില ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ ആശാസ്യമല്ല. അപ്പോൾ അതിനൊരു അറുതി വരുത്തുവാൻ ഏതെല്ലാം ഒരു സമര മാർഗങ്ങളായിരിക്കും ഇനി ഭാവിയിൽ ഈ മേഖലയിലുള്ള സംഘടനാ നേതാക്കൾ പദ്ധതിയിടുന്നത്? ഫാദർ റോയ് കണ്ണഞ്ചിറ. നമ്മുടെ കേരളത്തിൽ, മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ജോർജി, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ അതൊരു വീടകത്തുള്ള ഒരു പഴഞ്ചൊല്ലാണ്. പക്ഷേ ഈ നാടകത്തിനകത്ത്, ഈ നാട്ടിനകത്തുള്ള പഴഞ്ചൊല്ല്, ഈ ഒരു വർത്തമാനകാലത്തുള്ള പഴഞ്ചൊല്ല് എന്താണെന്ന് അറിയാമോ? അത് കല്ലെറിയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ കത്തി കാണിക്കുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളതാണ്. 51 കുത്തുന്നവന് ഇവിടെ ജയിലിനുള്ളിൽ വരെ ചിക്കൻ ബിരിയാണി ഫ്രീ ആണ്. പക്ഷേ ജീവിതത്തിന്റെ ദുരിതം കൊണ്ട് അരിപ്പ പോലെ തുളഞ്ഞുപോയ ജീവിതങ്ങളെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ ദുരിത ജീവിതത്തിനോട് ഈ സർക്കാരിന് യാതൊരു പരിഗണനയുമില്ല. കാരണം ഇവിടെ തങ്കമണി ടീച്ചറും ജോർജ് സാറും റോയി വടക്കേലച്ചനും പറഞ്ഞ പോലെ, ഇവിടെ പണി മുടക്കിയിട്ട് സ്വന്തം അവകാശത്തിന് വേണ്ടി പോരാടാനായിട്ട് ഒരു അധ്യാപകനും ഒരു അധ്യാപികയും അനധ്യാപികയും, ഇവിടെ സ്പെഷ്യൽ സ്കൂളിൽ അധ്യാപകരും അനധ്യാപകരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്, മനസ്സിലാക്കണം. അവർ തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ അവർക്ക് പണി മുടക്കിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഈ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്ക് സാധിക്കില്ല. എന്നാൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പോരാടിക്കോളാം, ടീച്ചർമാരും സാറന്മാരും ഇറങ്ങണ്ട, മാനേജ്മെന്റ് ഇറങ്ങണ്ട എന്ന് പറയാനായിട്ടുള്ള ശേഷി ഈ മക്കൾക്കുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ആകെ ഒരു പോംവഴിയായിട്ട് ഞാൻ കാണുന്നത്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഉണരുക, ഇതൊരു പൊതു ചർച്ചയാക്കി മാറ്റി. ഇതുവരെ എല്ലാവരും ഈ ഒരു ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞൊരു വീട്ടിലുണ്ടായാൽ അത് മൂടി പൊതിഞ്ഞു വെക്കുക, ആരോടും പറയാതിരിക്കുക, മുറിയിൽ പൂട്ടിയിടുക, കല്യാണത്തിന് കൊണ്ടുപോകാതിരിക്കുക, പള്ളിയിൽ അമ്പലത്തിൽ മറ്റ് ആചാരങ്ങൾക്ക് കൊണ്ടുപോകാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ തങ്കമണി ടീച്ചറിനെ പോലെ ഇന്ന് ഈ ജോർജ് സാറിനെ പോലെയുള്ള മാതാപിതാക്കൾ, ഇത് ദൈവം ഞങ്ങൾക്ക് മാത്രം നോക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് തന്ന ദാനമാണിത് എന്ന് പറഞ്ഞ് മക്കളെ സ്വീകരിക്കുന്ന മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് ഇന്ന് 10,000-കണക്കിന് മക്കൾ പുറം ലോകം കണ്ടു. ഈ തങ്കമണി ടീച്ചറിനെ പോലെയുള്ള അധ്യാപകർ നോക്കണം, റെഗുലർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ്. ഇന്ന് ആ ടീച്ചർ റെഗുലർ സ്കൂളിലായിരുന്നു ഈ 36 വർഷം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ടീച്ചർ ഇന്ന് എവിടെ നിന്നാണ്? ടീച്ചറിന്റെ സാലറി എന്താകുമായിരുന്നു? ഒരു LP സ്കൂളിൽ, ഗവൺമെന്റ് എയ്ഡഡ് LP സ്കൂളിൽ പഠിപ്പിച്ച് പെൻഷൻ ആകുന്ന ഒരു ടീച്ചറിന്റെ സാലറി എത്രയാണ് കേരളത്തിൽ? എമ്മഡും വിദേശ വിദ്യാഭ്യാസവുമുള്ള ഒരു അധ്യാപിക 36 വർഷവും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് 15,000 രൂപ പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ ഒന്നുമില്ലാതെ വെറും കവറിനകത്തിട്ട് മേടിച്ചുകൊണ്ട് ഒരു വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയതിന്റെ കഥ പറയുമ്പോഴും ആ ഹൃദയത്തിനുള്ളിൽ എന്റെ ജീവിതം ഈ കുഞ്ഞുമക്കൾക്ക് ഞാൻ ഇങ്ങനെ മധുര പായസമായി ഞാൻ വിളമ്പിക്കൊടുത്തല്ലോ എന്നുള്ള ഒരു നിർവൃതിയാണ്. ആ നിർവൃതിയാണ് ഈ ഒരു മേഖലയെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് സത്യം. ഇത് ഒരു തങ്കമണി ടീച്ചറിന്റെ നിർവൃതിയല്ല. ഈ മേഖലയെ ഇങ്ങനെ സ്വന്തം ജീവിതം കൊണ്ട് തങ്കമണിയിക്കാൻ വേണ്ടി ആത്മാർപ്പണം ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് അധ്യാപകരുടെ ആത്മസമർപ്പണത്തിന്റെ നിർവൃതിയാണ്. അതുകൊണ്ട് ഈ നിർവൃതിയുടെ മുമ്പിൽ ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് ഉണ്ണാനുള്ളത്. ഈ ഓണത്തിന് ഞങ്ങൾക്ക് ഉണ്ണാനുള്ളത് ഈ നിർവൃതിയാണ്. ഇവിടെ മുഖ്യമന്ത്രിയും മറ്റ് ബഹുമാനപ്പെട്ട മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും മറ്റ് പാർട്ടിക്കാരും സാംസ്കാരിക നായകരും എല്ലാവരും ഈ ഓണത്തിന് വളരെ വിശാലമായിട്ട് ഓണം ഉണ്ണും. എനിക്ക് എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സ്വന്തം അവകാശങ്ങൾ, സ്വന്തം വിശപ്പ് മാറ്റാൻ വേണ്ടി കൈനീട്ടാൻ അറിയത്തില്ലാത്ത മക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാതിരുന്നിട്ട് അങ്ങ് വാരിയുണ്ണുന്ന വിശിഷ്ട വിഭവങ്ങളുടെ രുചി അങ്ങേക്ക് ആസ്വദിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഈ ഓണസദ്യയിൽ ഈ മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ, ടീച്ചർ പറഞ്ഞല്ലോ, ഒരു 500 രൂപ പോലും
ഒരു 500 രൂപ പോലും ഒരു ഫെസ്റ്റിവൽ ഒരു എന്താ പറയാ ഒരു ആനുകൂല്യമായിട്ട് കൊടുക്കാനായിട്ട് ഈ അധ്യാപകർക്ക്, ഈ അനധ്യാപകർക്ക്, ഈ മേഖലയ്ക്ക് കൊടുക്കാതെ സ്കൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്താണ് സമരം ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഞാൻ ആദരിക്കുന്ന ഒരു മലയാള കവിയുണ്ട്, അത് മധുസൂദനൻ നായരാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിതയിലെ വചനം ഇങ്ങനെയാണ്: മക്കൾക്ക് പോലും കൊടുക്കാതെ കൂട്ടിവെച്ച് അർത്ഥക്കൊഴുപ്പ് കൊണ്ട് അഴുകുന്ന വാക്കുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇത് വാക്കുകളല്ല, ഈ അർത്ഥക്കൊഴുപ്പ് കൊണ്ട് അഴുകുന്ന, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ കൂട്ടിവെച്ചിട്ട് അഴുകുന്ന ഈ അർത്ഥക്കൊഴുപ്പുണ്ടല്ലോ, ഈ സമ്പത്തിന്റെ കൊഴുപ്പുണ്ടല്ലോ, അതിന്റെ മുകളിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നവരുടെ മുമ്പിൽ ഈ മക്കളുടെ നിശബ്ദമായ നിലവിളികളും ഈ മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും ശബ്ദമുള്ള നിലവിളികളും ഈ നാട്ടിൽ ഉയർന്നു പൊങ്ങും. അതിനോട് ആദ്യം ഷക്കീന TV തുടങ്ങട്ടെ, ഇനിയും നിരവധി മാധ്യമങ്ങൾ ഈ മേഖലയിലേക്ക് ഈ ചർച്ച കൊണ്ടുവരട്ടെ. അങ്ങനെ പൊതുസമൂഹം ഇത് മുഖ്യ ചർച്ചാ വിഷയമായി മാറ്റട്ടെ. അങ്ങനെ നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഇത് നിർവഹിക്കേണ്ട നീതിയാണ്, മാറ്റിവെക്കേണ്ട നീതിയല്ല എന്ന്, ഇത് നിർവഹിക്കേണ്ട നീതിയാണ് എന്നുള്ള ബോധമുണരട്ടെ. അത്തരത്തിൽ നമ്മുടെ കേരളം ഈ രാജ്യത്തിനും ഈ ലോകത്തിനും മുഴുവൻ ഈ ഭിന്നശേഷിയുള്ള മക്കൾക്ക് നീതി നൽകുന്ന നാടായി മാറട്ടെ. അങ്ങനെ ഇവിടെ കള്ളവുമില്ല, ചതിയുമില്ല, പൊളിവചനം എള്ളോളമില്ല എന്ന് ഈ മക്കളും കൂടെ പാടട്ടെ. അതിന് ആദ്യം ഏറ്റവും സമുന്നത നേതാക്കൾ മനസ്സ് തുറക്കുക, ഞങ്ങൾക്ക് അവസരം തരിക, നീതി തരിക. നന്ദി. തീർച്ചയായും ദൈവം ഈ ഭൂമിയിലേക്ക് നൽകിയിരിക്കുന്ന സമ്മാനങ്ങളാണ് ഭൗതികമായി വെല്ലുവിളി നേരിടുന്ന മാലാക കുഞ്ഞുങ്ങളായിട്ടുള്ള നമ്മുടെ ഇടയിലുള്ള കുഞ്ഞുമക്കൾ. അവരുടെ ഉന്നമനത്തിന് വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം നോക്കാതെ പ്രവർത്തിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ആ സ്ഥാപനങ്ങൾ നടത്തുന്ന മാനേജ്മെന്റിന്റെയും കണ്ണീര് സർക്കാർ തീർച്ചയായും കാണേണ്ടിയിരിക്കുന്നു. അവരുടെ നേരെയുള്ള അനീതി, ആ അനീതിക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം എന്ത് വില കൊടുത്തും ഇവിടുത്തെ ഭരണകൂടം കാട്ടേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ മേഖലയിൽ വളരെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ആ മേഖലയിലെ മറ്റ് ശുശ്രൂഷകർക്കും ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോയ് കണ്ണഞ്ചിറ CMI, ഫാദർ റോയ് വടക്കയിൽ, ഒപ്പം തന്നെ ജോർജ് സാർ, ഒപ്പം തന്നെ നന്ദി.